നമ്മുടെ അടുത്ത യാത്ര മണാലിയിലേക്കാണ്. ഇപ്പോൾ ഡൽഹി വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മണാലിയിലേക്ക് ബസ്സിൽ വേണം പോവാൻ. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ലക്ഷ്മി ഹോളിഡേയ്സിൻ്റെ ബസ്സിലാണ്. ഡൽഹി മണാലി റൂട്ടിലെ ഒരു മെയിൻ ഓപ്പറേറ്റർ തന്നെയാണ് ലക്ഷ്മി. കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. ഇവിടെ പാസഞ്ചേഴ്സിന് ലോഞ്ചും അവൈലബിൾ ആണ്. ഇവിടെ ഫോണൊക്കെ ചാർജ് ചെയ്യാം. ഡൽഹി ടു മണാലി 850 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത്. ഫ്ലിക്സ് ബസ്സിൻ്റെ ഓഫീസും ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അവർ 1200 റേറ്റ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ഇൻ്റർസിറ്റി സ്മാർട്ട് ബസ് ഉണ്ട്, അവർ 1450 റേറ്റ് പറഞ്ഞത്. സാധാരണ 1000 1200 ഇവിടുന്ന് മണാലിയിലേക്കുള്ള ടിക്കറ്റിന് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ലക്ഷ്മിയുടെ ഉള്ളിലേക്ക് കയറാം. റെഡ് ബസ് പോലെയുള്ള ഒരുവിധം എല്ലാ സൈറ്റിലും ഇവരുടെ ബസ്സുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. 850 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത്. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്. ആ സമയത്ത് ആകെ 2 സീറ്റേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി സീറ്റുകളാണ്, ഓറഞ്ച് കവറിങ്ങിൽ. ഇത് സെൻറ്ററിൽ എത്തുമ്പോൾ വൈറ്റായി മാറി, അതിൻ്റെ ലാസ്റ്റിലോട്ട് എത്തുമ്പോഴേക്കും അത് ഗ്രീനായി. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയറൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ്, അടിപൊളി. വോൾവോ 9600 സെമി സ്ലീപ്പറാണ് വണ്ടി. പുഷ് ബാക്ക് ഇത്രത്തോളം പോവും. വിൻഡോയിലൂടെ കാണുന്നത് ഇവരുടെ തന്നെ വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാഗിൻ്റെ കളർ കോമ്പിനേഷൻ എക്സ്റ്റീരിയറിലും വന്നിട്ടുണ്ട്. ആളുകൾ കയറുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ ഓടി കയറിയതാണ്. അതുകൊണ്ട് പുറത്തെ വിഷ്വൽസൊക്കെ കുറവാണ്. ഇവിടെ നല്ല കിടിലം ബസ്സുകൾ വേറെയുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 6 മണിക്ക് വണ്ടി എടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 6 മണിക്ക് തന്നെ എടുത്തു. ഡിലേ ഒന്നുമില്ല. ഗോല ഇവരുടെ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. ലക്ഷ്മിയുടെ തന്നെ അടുത്തൊരു വണ്ടി മൾട്ടി ആക്സിൽ സ്കാനിയാണ്, നാഗാലാൻഡ് രജിസ്ട്രേഷൻ. ഇതാണ് ഇവരുടെ വണ്ടിയുടെ പുറത്തുനിന്നുള്ള ഒരു ലുക്ക്. ഓറഞ്ചും ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. അപ്പുറത്തൊരു ഫ്ലിക്സിൻ്റെ 9600 ഉണ്ട്, അതും നല്ല കിടിലൻ ലുക്കാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രാംദലാലാണ്. അങ്ങനെ നമ്മൾ മെല്ലെ ഡൽഹിയോട് വിട പറയുകയാണ്. ഇലക്ട്രിക് ബസ്സുകൾ. വീണ്ടും ലക്ഷ്മികള്. ഡൽഹി നഗരക്കാഴ്ചകൾ. ഫ്ലൈ ഓവറുകളുടെ ഒരു സെറ്റപ്പ് കണ്ട. അങ്ങനെ നേരെ ഇരുട്ടായി. അപ്പോൾ ഇതാണ് ബസ്സിന്റെ ഉള്ളിലത്തെ ഒരു ആംബിയൻസ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ക്യാബിനൊന്ന് കാണാം. ഇത് മാനുവൽ ഷിഫ്റ്റ് ആണ് വണ്ടി. വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നൊന്ന് നോക്കി നോക്കാം. 1,63,836.5 കിലോമീറ്റർ ആകുമ്പോൾ. ഇപ്പം സമയം 9:15. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. എക്സ്പീരിയൻസ് ദ ഡിഫറൻസ് വിത്ത് ലക്ഷ്മി. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുള്ള ഏരിയ. വലിയൊരു ഹാളാണ്, ഇഷ്ടം പോലെ സീറ്റിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ മണാലി എത്താറായി. സമയം ഇപ്പോൾ 5:50. ഈ കാണുന്നതാണ് ബിയാസ് നദി. ഇതിൻ്റെ ഉത്ഭവം ഹിമാലയ പർവ്വതത്തിലെ റോത്താങ് പാസ് എന്നാണ്. നമ്മളെന്തായാലും റോത്താങ്ങിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മണാലിയിലെത്തി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക്. മണാലിയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ്. DD ഡയമണ്ട് ഡ്യൂ ആണല്ലോ. 02G9600 ഫാൻസി നമ്പറാണ്. ഗ്ലൗസും ക്യാപ്പും ഒക്കെ ആയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.